നമസ്കാരം, എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ 4ാമത്തെ ചാപ്റ്റർ ആയ ബ്രീത്തിങ് ഫോർ എനർജി എന്ന ചാപ്റ്ററിന്റെ 6ാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗങ്ങൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ സ്മോക്കിംഗ് പോലെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് വരാവുന്ന അസുഖങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലേ? നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ അസുഖങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. കപ്പാസിറ്റി കൂട്ടുക അല്ലെങ്കിൽ കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ടൈഡൽ വോളിയം എന്ന് നോക്കാം. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ആയിട്ട് റെസ്പയർ ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന എയറിന്റെ അളവിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി വോളിയം ഓഫ് എയർ we breathe in or out during normal breathing. സാധാരണഗതിയിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഹേൽ ചെയ്യുകയോ അല്ലെങ്കിൽ എക്സേൽ ചെയ്യുകയോ ചെയ്യുന്ന എയറിന്റെ വോളിയമാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. സാധാരണ നോർമൽ ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 500 ml ആണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഓറിന് പകരം ആൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ടൈഡൽ വോളിയം is the volume of air we breathe in and out during normal breathing എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ളതല്ല ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ട് ഉള്ളിലേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന എയറിന്റെ അളവാണ് ടൈഡൽ വോളിയം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആൻഡ് ചേർത്തിരിക്കുന്നത് എന്ന് മനസ്സിലാവില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ളതല്ല. എയ്തർ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിന്റെ അളവിനെ ടൈഡൽ വോളിയം എന്നാണ് പറയുന്നത്. എയറിന്റെ അളവിനെ ടൈഡൽ വോളിയം എന്നാണ് പറയുന്നത്. നോർമൽ ആയിട്ട് ടൈഡൽ വോളിയത്തിന്റെ അളവ് എന്ന് പറയുന്നത് 500 ml ആണ്. ഇനി എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് നോക്കാം. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം എയർ ഉള്ളിലേക്ക് എടുത്ത് എന്ത് ചെയ്യുന്നു, ദെൻ എക്സേൽ ചെയ്യുന്നു. അപ്പൊ മാക്സിമം എയർ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ശക്തിയായി എയർ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്തേക്ക് വരുന്ന ആ എയറിന്റെ അളവില്ലേ, അതാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോ വൈറ്റൽ കപ്പാസിറ്റി ഈസ് ദ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ബ്രീത്ത്ഡ് ഔട്ട് ബൈ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ ആഫ്റ്റർ മാക്സിമം ഓർ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. നമ്മൾ മാക്സിമം എയർ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം ശക്തിയായി ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യുന്നു, എക്സേൽ ചെയ്യുന്നു, എയർ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ പുറത്തേക്ക് വരുന്ന എയറിന്റെ അളവിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റൽ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റം നോർമൽ ആയിട്ടാണോ ഫംഗ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ റെസ്പിറേറ്ററി ക്യാവിറ്റിയിലെ മസിൽസ് ഒക്കെ നോർമൽ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനോ അല്ലെങ്കിൽ മസിൽസിനോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നോർമൽ ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെയിലിന്റെ കേസിൽ ഈ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.5 ലിറ്റർ ആണ്. എന്നാൽ ഫീമെയിൽസിൽ 3 ലിറ്റേഴ്സ് ആണ്. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി മെയിൽസിൽ 4.5 ലിറ്ററും ഫീമെയിൽസിലാണെങ്കിൽ 3 ലിറ്റേഴ്സും ആണ്. നമുക്ക് എങ്ങനെയാണ് വൈറ്റൽ കപ്പാസിറ്റി മെഷർ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതുപോലെ 2 ജാറുകൾ എടുത്ത് ഒന്നില് വെള്ളം എടുക്കുന്നു. എന്നിട്ട് അതിൽ 2 പൈപ്സ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഒരു പൈപ്പിന്റെ എൻഡിൽ എന്തുണ്ടാവും, ഒരു ഫണൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ മാക്സിമം എയർ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ ഫണലിലൂടെ നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു മാക്സിമം എയർ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന എയറിന്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഊതുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടാവും, ആ വരുന്ന എയറിനനുസരിച്ച് എത്ര എയർ വരുന്നുണ്ടോ അതിനനുസരിച്ച് ഇവിടെ നിന്ന് വെള്ളം ഈ സെക്കൻഡ് ജാറിലേക്ക് പോകുന്നുണ്ടാവും അല്ലെ. അപ്പോൾ ഈ സെക്കൻഡ് ജാറിൽ വന്നിട്ടുള്ള വാട്ടറിന്റെ അളവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവുന്നു, നമ്മളുടെ വൈറ്റൽ കപ്പാസിറ്റി മനസ്സിലാവുന്നു. അപ്പോൾ സെക്കൻഡ് ജാറിലേക്ക് എത്തിയിട്ടുള്ള വാട്ടറിന്റെ എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വൈറ്റൽ കപ്പാസിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ വൈറ്റൽ കപ്പാസിറ്റി മെഷർ ചെയ്യാവുന്നതാണ്. നമ്മളിലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും അതുപോലെ തന്നെ എനർജി പ്രൊഡക്ഷനും ഒക്കെ മനസ്സിലാക്കി അല്ലെ.
മനുഷ്യൻ മാത്രമാണോ റെസ്പയർ ചെയ്യുന്നത്? അല്ല, മറ്റുള്ള ഓർഗാനിസങ്ങളും റെസ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാ ഓർഗാനിസങ്ങൾക്കും എനർജി ആവശ്യമാണ്. ഇപ്പോൾ ഈസ്റ്റ്, ബാക്ടീരിയ തുടങ്ങിയവയൊക്കെ ഓക്സിജന്റെ ആബ്സെൻസിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ ഓർഗാനിസങ്ങൾക്കും എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് ആവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്. ഈ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് എല്ലാ ഓർഗാനിസങ്ങളിലും ഏകദേശം ഒരുപോലെ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ഈ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഓർഗൻസും ഒക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസങ്ങളിലേക്ക് വരുന്തോറും കോംപ്ലക്സ് ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അമീബയിലൊക്കെ സെൽ മെംബ്രെയിനിലൂടെയാണ് ഈ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. എന്നാൽ മനുഷ്യനിലേക്കൊക്കെ എത്തുമ്പോഴോ അവിടെ എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഓർഗാനിസങ്ങളുടെ കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ച് അവരിലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ കോംപ്ലക്സിറ്റിയും കൂടുന്നുണ്ട്. നമുക്ക് ഡിഫറെന്റ് ഓർഗാനിസങ്ങളിൽ എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നത് എന്ന് നോക്കാം. അമീബ അതൊരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ് അല്ലെ. അതിൽ എങ്ങനെയായിരിക്കും റെസ്പിറേഷൻ നടക്കുന്നുണ്ടാവുക? ഇറ്റ്സ് ത്രൂ സെൽ മെംബ്രെയിൻ. അവിടെ സെൽ മെംബ്രെയിൻ ആണ് ഒരു റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സെൽ മെംബ്രെയിനിലൂടെ തന്നെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്. അപ്പോ അതിന്റെ സറൗണ്ടിങ് വാട്ടറിൽ നിന്നും ഡിസോൾവ്ഡ് ഓക്സിജൻ ഒക്കെ ഈ സെൽ മെംബ്രെയിനിലൂടെ സെല്ലിനകത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ദെൻ കോക്രോച്ചസ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ട്രക്കിയ ആണ് റെസ്പിറേറ്ററി ഓർഗൻ. ട്രക്കിയ എന്ന റെസ്പിറേറ്ററി ഓർഗൻ ആണ് കാണപ്പെടുന്നത്. അവിടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ ടിഷ്യൂസിന് ഇടയ്ക്കാണ്. ഡയറക്ട്ലി ടിഷ്യൂസിലേക്ക് ഈ ഗ്യാസ് ഒക്കെ ട്രക്കിയ വഴി പോവുകയാണ് ചെയ്യുന്നത്. ദെൻ ഫിഷസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്നവരാണ് അല്ലെ. അവിടെ ഗിൽസ് ആണ് റെസ്പിറേഷന് വേണ്ടി സഹായിക്കുന്നത്. ഗിൽസിലൂടെ വരുന്ന വാട്ടറിൽ നിന്ന് ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ ഒക്കെ ബ്ലഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ കാപ്പിലറീസ് ഉണ്ടാവും. ആ കാപ്പിലറീസിലുള്ള ബ്ലഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ സ്പൈഡറിൽ ബുക്ക് ലങ്സ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ. അവിടെ അറ്റ്മോസ്ഫറിക് എയറിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എയർ ബുക്ക് ലങ്സിന്റെ ആ ഭാഗത്തേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഹീമോലിംഫിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ എർത്ത് വേം എന്ന് പറയുന്ന ഓർഗാനിസത്തില് സ്കിന്നാണ് റെസ്പിറേറ്ററി ഓർഗൻ. സ്കിന്നിലൂടെ സിമ്പിൾ ഡിഫ്യൂഷൻ വഴി എയർ, അറ്റ്മോസ്ഫറിക് എയർ ബ്ലഡ് കാപ്പിലറീസിലേക്ക് എത്തുന്നു. ദെൻ ബേർഡ്സിന്റെ കേസിൽ ലങ്സ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ. ബേർഡ്സ്, മാമൽസ് അങ്ങനെയുള്ള ഹയർ ഓർഗാനിസങ്ങളിലൊക്കെ ലങ്സ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ. ഇവിടെ ഈ ബേർഡ്സിൽ എയർ സാക്കുകൾ കാണുന്നുണ്ട്. ആ എയർ സാക്കിനും ബ്ലഡ് കാപ്പിലറീസിനും ഇടയ്ക്കാണ് എന്ത് നടക്കുന്നത്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇനി ഫ്രോഗ് പോലെയുള്ള ആംഫീബിയൻസിൽ എങ്ങനെയാണെന്ന് അറിയുമോ? ആംഫീബിയൻസ് എന്ന് പറയുന്നത് ബോത്ത് വാട്ടറിലും അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ഹാബിറ്ററ്റിലും ജീവിക്കുന്നവരാണ് അല്ലെ. വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിവുള്ളവരാണ് ഈ തവളകളൊക്കെ. അവരില് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റെസ്പിറേഷൻ ഒക്കെ നടക്കുന്നത് ത്രൂ സ്കിൻ ആൻഡ് ലങ്സ്. വെള്ളത്തിലാവുമ്പോൾ സ്കിന്നിന്റെ സഹായത്തോടു കൂടിയും പുറത്തു വരുന്ന സമയത്ത് ലങ്സിന്റെ സഹായത്തോടു കൂടിയുമാണ് അവിടെ റെസ്പിറേഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ഓർഗാനിസങ്ങളിലെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചും റെസ്പിറേഷനും ഒക്കെ പറഞ്ഞു. ഈ റെസ്പിറേഷൻ നടക്കുന്നത് അനിമൽസിൽ മാത്രമല്ല, പ്ലാന്റ്സിലും റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. പ്ലാന്റ്സും ബ്രീത്ത് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഫോട്ടോസിന്തസിന്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട്. ആ ഓക്സിജൻ പുറന്തള്ളുന്നുണ്ട് അല്ലെ. അത് മാത്രമല്ലാതെ ഈ എനർജി പ്രൊഡക്ഷന്റെ സമയത്ത് ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷന് വേണ്ടി ഓക്സിജൻ ആവശ്യമുണ്ട്. ആ ഓക്സിജൻ ഈ പ്ലാന്റ്സ് അറ്റ്മോസ്ഫറിക് എയറിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സിനും എന്താവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്. അനിമൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് എനർജി കുറവ് മതി എങ്കിലും അവർക്കും ഓക്സിജൻ ആവശ്യമുണ്ട്. ഇവിടെ ഈ പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്? സ്റ്റൊമാറ്റയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ലീവ്സിന്റെ എപ്പിഡെർമിസിലും അതുപോലെ തന്നെ യങ് സ്റ്റെംസിലും ഒക്കെ കാണപ്പെടുന്ന മൈന്യൂട്ട് ഓപ്പണിങ്സ് ആണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഈ സ്റ്റൊമാറ്റയിലൂടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനെ സഹായിക്കുന്ന മറ്റൊരു സ്ട്രക്ചർ ആണ് ലെന്റിസെൽസ് എന്ന് പറയുന്നത്. ഈ
സ്റ്റെം എടുത്ത് നോക്കുമ്പോൾ അവിടെ ചെറിയ ചെറിയ ഓപ്പണിങ്സ് കാണുന്നില്ലേ? ഈ ഓപ്പണിങ്സിനെയാണ് നമ്മൾ ലെന്റിസെൽസ് എന്ന് പറയുന്നത്. റൂട്ട്സിലും സ്റ്റെംസിലും ഒക്കെ കാണപ്പെടുന്ന മൈന്യൂട്ട് പോർസ് ആണ്, സ്മോൾ പോർസ് ആണ് ഈ ലെന്റിസെൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു സ്റ്റെമ്മിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അവിടെ കണ്ടോ? ഓപ്പണിങ്സ് കണ്ടോ? അതാണ് ലെന്റിസെൽസ് എന്ന് പറയുന്നത്. ഈ ലെന്റിസെൽസിലൂടെ ഇത് സംഭവിക്കുന്നുണ്ട്, ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ലെന്റിസെൽസിന്റെ സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ സ്റ്റൊമാറ്റയിലൂടെയുമാണ് പ്ലാന്റ്സിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോ റൂട്ട്സിലും സ്റ്റെംസിലും ഒക്കെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ലെന്റിസെൽസിലൂടെയാണ്. ഈ ലെന്റിസെൽസിൽ കാണപ്പെടുന്ന സെല്ലുകളിലൂടെ ഡിഫ്യൂഷൻ വഴിയാണ് ഈ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. നമുക്കറിയാം എല്ലാ ഓർഗാനിസങ്ങൾക്കും ഓക്സിജൻ ആവശ്യമാണ്. എനർജി പ്രൊഡക്ഷൻ എന്ത് ആവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്. എന്നാൽ ഓക്സിജൻ ആവശ്യമില്ലാതെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലെ? ഫെർമെന്റേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു, ഈസ്റ്റ്, ബാക്ടീരിയ തുടങ്ങിയവയിലൊക്കെ. എന്നാൽ ബാക്കി എല്ലാ ഓർഗാനിസങ്ങൾക്കും ഓക്സിജൻ ആവശ്യമാണ്. ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാനായിട്ട് കഴിയില്ല. നമുക്കും അങ്ങനെ തന്നെയാണ് അല്ലെ? നമുക്കറിയാം പ്ലാന്റ്സ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഈ ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നുണ്ട്. മറ്റു ജീവജാലങ്ങൾ അവരുടെ ശ്വസനത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ മനുഷ്യര് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പ്ലാന്റ്സിനെയൊക്കെ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന ഓക്സിജന്റെ അളവ് കുറയുന്നു അല്ലെ? എന്നാൽ മറ്റുള്ള ജീവജാലങ്ങള് അവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായും അറ്റ്മോസ്ഫിയറിലെ ഓക്സിജന്റെ അളവ് കുറയുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാവും അല്ലെ? അതുപോലെ തന്നെ മനുഷ്യർ ഒരുപാട് രീതിയിൽ ഇത്തരത്തിൽ ഇന്റർഫിയർ ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ ചുറ്റിലും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നുണ്ട്, ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച്. ഇതൊന്നും പോരാതെ പൊല്യൂഷൻ. നമുക്കറിയാം നമ്മളുടെ നാട്ടില് എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ പൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ എയർ പൊല്യൂഷൻ ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് നല്ല വായു ശ്വസിക്കാൻ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ല, ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ പൊല്യൂഷൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്നുണ്ട്. അപ്പോ ഈ ഭൂമിയിൽ ജീവൻ നിലനിന്ന് പോവണമെങ്കിൽ നമ്മൾ നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തേണ്ടതായിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മളുടെ കടമയാണ് ഈ ഭൂമിയെയും പ്രകൃതിയെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത്. അല്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു? അല്ല എങ്കിൽ ജീവൻ നിലനിന്ന് പോകുന്നതിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ ഇനി വരുന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കണം എങ്കിൽ നമ്മൾ നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പ്രകൃതിയെ എത്രത്തോളം ഉപദ്രവിക്കുന്നുവോ അത് നമുക്ക് തന്നെ പ്രശ്നമായി തീരുകയുള്ളൂ. അപ്പൊ പതുക്കെ നമ്മൾ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ മനസ്സിലാക്കും. പക്ഷെ നമ്മളത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും ഒരുപക്ഷെ നമുക്ക് കൺട്രോളിൽ നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ ഇനി ജീവൻ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പ്രകൃതിയെ ഉപദ്രവിക്കാതെ സംരക്ഷിച്ച് നിർത്തണം. അങ്ങനെ നമ്മളുടെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ബ്രീത്തിങ് ഫോർ എനർജി എന്ന ചാപ്റ്ററിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും കണ്ടുപിടിക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.